എല്ലാവരും ഒരു ഹാപ്പി പോസ് കാണിക്കേ. എല്ലാവരും നിങ്ങൾക്ക് ഒരു 5 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ CA ആയി ഇവിടെ ഇറങ്ങൂല്ലേ? ആ ഒരു മൊമെന്റ്സ് നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആഘോഷിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. 5 വർഷം കഴിഞ്ഞ് കാത്തു നിൽക്കരുത്. നിങ്ങൾ നൽകുന്ന ചെറിയ ചെറിയ ഒരു അച്ചീവ്മെന്റ്സ് പോലും നിങ്ങൾ ആഘോഷിക്കുക അല്ലേ? ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ മതി. എല്ലാവരും ഒന്ന് ഇങ്ങനെ കാണിക്കേ. യു ആർ ഹാപ്പി? ഞാനൊരു പ്രൊഫഷണലി ഡോക്ടറാണ്. ഇപ്പൊ നിങ്ങൾ ഇത് കാണിക്കുമ്പോൾ നിങ്ങൾ എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് അറിയോ? നിങ്ങൾക്ക് അഡിക്ഷൻ ഉണ്ടാക്കുന്ന എന്താണ്? ഡോപ്പമിൻ അല്ലേ? നമ്മൾ വേസ്റ്റ് ആയിട്ടുള്ള ഒരു അഡിക്ഷനിലേക്ക് പോകുന്നത് നമ്മളൊരു പോസിറ്റീവ് അഡിക്ഷനിലൂടെ ക്രിയേറ്റ് ചെയ്തു അല്ലേ? പിന്നെന്താണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്? സെറട്ടോണിൻ അറിയോ? എല്ലാവരും ഒന്ന് ചിരിക്കുകയൊക്കെ. ചിരിച്ചപ്പോൾ നമ്മൾ എന്താ പ്രൊഡ്യൂസ് ചെയ്തത്? സെറട്ടോണിൻ അല്ലേ? പിന്നെ എല്ലാവരും ഒന്ന് പരസ്പരം ഒന്ന് തലോടെ, എല്ലാവരും സ്വയം ഒന്ന് തലോടെ. മാതൃസ്നേഹത്തിന്റെ ഓക്സിറ്റോസിൻ അല്ലേ? ഈ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് ഓരോ ദിവസവും ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അച്ചീവ് ചെയ്ത ആ ഒരു എന്റർടൈൻമെന്റ്. ഞാൻ എൻ്റെ മകനാണ് ഇവിടെ കുറച്ചു മുമ്പ് സംസാരിച്ചത്. അവൻ പറഞ്ഞതിന് ഞാൻ ഒന്ന് ഖണ്ഡിക്കുകയാണ്. അവൻ ഏറ്റവും നല്ല എന്റർടൈൻമെന്റിലേക്കാണ് ഇപ്പൊ പ്രവേശിച്ചത്. ഏറ്റവും നല്ല എന്റർടൈൻമെന്റ് പഠനം തന്നെയാണ് ഏറ്റവും നല്ല എന്റർടൈൻമെന്റ്. ഞാനത് മനസ്സിലാക്കിയത്. എല്ലാ ദിവസവും 1.5 മണിക്കൂർ തിരക്ക് പിടിച്ച ക്ലിനിക്കൽ പ്രാക്ടീസിലും പഠിക്കാൻ സമയം കണ്ടെത്തുന്ന ഒരാളാണ് ഞാൻ. ഒരു ദിവസം പഠിച്ചില്ലെങ്കിൽ അന്ന് എനിക്ക് ഹാപ്പിനെസ് കിട്ടുന്നില്ല. അപ്പൊ എന്താണ്? നിങ്ങൾ പ്രവേശിച്ചത് ഏറ്റവും നല്ല എന്റർടൈൻമെന്റ് സോണിലേക്കാണ്. ഞാൻ ഇവിടെ വരുന്ന ഒരു സമയം ആലോചിച്ച് പോവുകയാണ്. ഞാൻ ഷീസിനെയും കൊണ്ട് ഇങ്ങോട്ട് വരികയാണ്. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഒരു ഡോക്ടർ എന്ന നിലയിൽ മകൻ ഡോക്ടറാവണം എന്നായിരിക്കും ആഗ്രഹിക്കുക. പക്ഷെ ഞാൻ അവന്റെ ആഗ്രഹത്തിന് വിട്ടു. അവൻ പറഞ്ഞു എനിക്ക് സയൻസ് പഠിക്കേണ്ട, എനിക്ക് +2 പഠിച്ചാൽ മതി. അവൻ +2 കൊമേഴ്സ് സെലക്ട് ചെയ്തത് എന്തിനു വേണ്ടിയായിരുന്നു? എന്തിനു വേണ്ടിയായിരുന്നു? ഒന്ന് കളിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ കൊമേഴ്സ് സെലക്ട് ചെയ്തു. അപ്പൊ കൊമേഴ്സ് സെലക്ട് ചെയ്തപ്പോൾ നിന്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു. അറിയാതെ അവൻ പറഞ്ഞു പോയി, എനിക്ക് CA ആവണം. ഞാൻ ചോദിച്ചു, എനിക്ക് CA എന്ന് പറഞ്ഞാൽ ഒരു ഓർമ്മ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഞാനൊരു ഡോക്ടേഴ്സ് ലോൺ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി എടുത്തു കൊടുത്തിട്ടുണ്ട്. അവനൊരു ബിസിനസ്സിന് വേണ്ടിയിട്ട് എടുത്തു കൊടുത്തതാണ്. അപ്പോൾ ലോണിന് പൊതുവെ ഇൻട്രസ്റ്റ് ഒക്കെ കുറവായിരിക്കും. അപ്പം ഞാൻ ഓരോ വർഷവും ഇങ്ങനെ ലോൺ അടിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഓരോ 3 വർഷം നമ്മൾ കറക്റ്റ് EMI അടിച്ചാൽ ബാങ്കുകാർ എന്ത് ചെയ്യും? അതിനെങ്ങനെയൊക്കെ നീട്ടിയെടുക്കാമെന്ന് നോക്കിക്കൊണ്ടിരിക്കും അല്ലേ? അപ്പോൾ ആ നീട്ടിയെടുക്കൽ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ ലോൺ അടുത്ത വർഷം എടുത്താൽ ഇൻട്രസ്റ്റ് കുറഞ്ഞു വരുമെന്ന് പറഞ്ഞു. ഞാൻ ഇൻട്രസ്റ്റ് കുറയാണല്ലോ, എന്നാൽ ആയിക്കോട്ടെ അടുത്ത ലോണിന് എന്ത് ചെയ്തു മൂപ്പര്. അപ്പോൾ ലാസ്റ്റ് എല്ലാ പ്രാവശ്യവും ഈ ലോണിൻ്റെ EMI ഇങ്ങനെ കുറച്ചുകൊണ്ട് വരുമ്പോൾ അവർ ചോദിക്കും, നിങ്ങൾക്കൊരു സൈന് വേണോ? അപ്പോൾ ഒരു 6000 രൂപ വേണമെന്നറിയും. അത് എന്തിനാ? ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ സൈനാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഓൾറെഡി ഇൻകം ടാക്സ് ഒക്കെ അടക്കുന്നതാണല്ലോ, അതിൻ്റെ ഡോക്യുമെൻ്റ് പോരെന്ന് ചോദിച്ചു. പറ്റൂല, CAൻ്റെ തന്നെ വേണമെന്നാണ്. അങ്ങനെ 6000 രൂപ കൊടുക്കും. അപ്പം ഞാൻ ചോദിച്ചു, 6000 രൂപ ഒരു സിഗ്നേച്ചറിനോ? അത്രയ്ക്ക് എന്താണെന്ന് വെച്ചാൽ. അപ്പോൾ അവർ അങ്ങനെ വാങ്ങി. അവസാനം ഞാനത് കേൾക്കാറില്ല. കാരണം എനിക്കൊരു CAൻ്റെ ക്യാഷ് കൊടുക്കുന്ന ക്യാഷിൻ്റെ അത്ര EMI ഒന്നും എനിക്ക് കുറച്ച് കിട്ടില്ല എന്നറിയാം. ഓക്കെ, ഏതായാലും ഈഗിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഞാൻ 100% കൺഗ്രാജുലേഷൻ പറയാണ്. ഞാനൊരു ബ്ലോഗർ കൂടി ആയതുകൊണ്ട് പലർക്കും അറിയാം, എൻ്റെ പല ബ്ലോഗിലൂടെയും ഞാനത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈഗിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഞാൻ കണ്ടൊരു ലക്ഷ്യം എന്താണെന്നറിയോ? ഇവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നത്, പഠനത്തെ അവർ എന്റർടൈൻമെന്റ് ആക്കി കൊടുത്തു എന്നുള്ളതാണ്. അതെന്താണ് വേണ്ടത്? ഇത് എന്റർടൈൻമെന്റ് ആണ്. നിങ്ങൾക്ക് ഏതൊരു നെഗറ്റീവ് സംഭവം നൽകുന്നതിനേക്കാളും അടിപൊളിയായിട്ടുള്ള എന്റർടൈൻമെന്റ് പഠനം തരും. അത് കാണിച്ചു കൊടുക്കും. അപ്പൊ ഷീസ് ഇപ്പം വന്നാലും പണ്ടൊക്കെ എന്തെങ്കിലും ഈ ആമസോൺ ഈ പ്രാവശ്യം എന്നോട് പറഞ്ഞു കുറച്ച് മാർക്കേഴ്സ് വാങ്ങണമെന്നല്ല. ഇവിടെ കിട്ടാത്ത കുറച്ച് മാർക്കേഴ്സ് ഒക്കെ വാങ്ങണം. എനിക്ക് വളരെ സന്തോഷം തോന്നും. കാരണം പഠനം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയാണ്. നമുക്ക് അതിന് വേണ്ട ഒരുപാട് ടൂൾസ് വാങ്ങണം തോന്നും. എൻ്റെ കുട്ടിക്കാലത്ത് ഞാനൊക്കെ പഠനം എൻജോയ് ചെയ്താ. എൻ്റെ വാപ്പിച്ചി വരുമ്പോൾ ഞാൻ പറയും, സ്കൂളിൽ നിന്ന് മാഷ് പറയും എന്തെങ്കിലും ഒരു ബുക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറയും, വാപ്പിച്ചിയെ നിങ്ങൾ ആ ബുക്ക് വാങ്ങിത്തരും. അന്ന് എന്നെ പിറ്റേന്നേക്ക് വാപ്പിച്ചി ആ പുസ്തകം അവിടെ എത്തിച്ചേരും. അതൊരു എന്റർടൈൻമെന്റ് ആണ്, ഒരു എൻജോയ്മെന്റ് ആണ്. അതെന്നാണ് ഏറ്റവും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ. പിന്നെ ഈ ഈഗിൾസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്ക് കാണാൻ പറ്റിയ ഒരു കാര്യം എന്താണെന്ന് അറിയോ? നിങ്ങൾക്ക് വേണ്ട നിങ്ങളെ ലക്ഷ്യങ്ങളെ അവർ നിങ്ങൾക്ക് എന്താക്കി തന്നു? അത് നിങ്ങളുടെ ഒരു ഡിസ്ട്രാക്ഷനും നിങ്ങളെ ഗോളും ഒന്നാക്കി തന്നു എന്നുള്ളതാണ്. കാരണം ഞാനിവിടെ ഫോൺ നിങ്ങളോട് ഒരിക്കലും ഉപയോഗിക്കരുതെന്ന് പറഞ്ഞപ്പം അവരെന്താ ചെയ്തു തന്നു? ഈ ഫോൺ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമുക്കറിയാം ഫോണാണെന്ന് ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ അല്ലേ. നമ്മളെ ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ ഫോണാണ്. ഒഴിവാക്കിയപ്പോൾ എന്തായി? ഈ കുട്ടികളെല്ലാവരും അവരെ പഠനത്തിലേക്ക് ഫോക്കസ് ചെയ്തു. അവരെ ഡിസ്ട്രാക്ഷനും പഠനമായി മാറി.
മനസ്സിലായില്ലേ? അവർ ഫോക്കസ് ചെയ്ത കാര്യവും പിന്നെ അവർ ഫ്ലോ. നമുക്കൊരു ലക്ഷ്യം നിർണ്ണയിക്കുമ്പോൾ ഞങ്ങൾ മെഡിക്കൽ സയൻസിൽ പറയുന്നതാണ്, നമുക്കൊരു ലക്ഷ്യം നിർണ്ണയിക്കും. ഈ ലക്ഷ്യത്തോട് നമുക്ക് അതിശക്തമായിട്ടുള്ള ഒരു പ്രണയം വരുമ്പോൾ എന്താവുമെന്നറിയോ? അതിലേക്ക് നമുക്ക് എന്താവും? നമ്മളൊരു ഫ്ലോ സ്റ്റേറ്റിലങ്ങ് എത്തും. പലപ്പോഴും നിങ്ങളെ ഇതേ ഏജിലുള്ള പല കുട്ടികളും ഈ ഫോക്കസ് വരുന്നത് ചിലപ്പോൾ ഒരു ഗെയിം കളിക്കുമ്പോഴായിരിക്കും. ഒരു കുട്ടീൻ്റെ കയ്യിൽ ഒരു ഗെയിം കളിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ രാത്രി വരെ കഴിക്കാൻ അവർക്ക് പ്രശ്നം ഉണ്ടല്ലോ, കാരണം അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമാണ്. ആ ഫ്ലോ സ്റ്റേറ്റിലേക്ക് എത്തിയിട്ട് അവരങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും അല്ലേ? ആ ഒരു അവസ്ഥ ഇവിടെ നിന്ന് നിങ്ങൾക്ക് പഠനത്തിൻ്റെ ഫീൽഡിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വിജയമായി തന്നെ ഞാൻ കാണുകയാണ്. ഞാൻ ഒരുപാട് അഭിനന്ദനങ്ങൾ പറയുകയാണ്. എനിക്ക് പറയാൻ വാക്കുകളില്ല. വളരെ സന്തോഷകരമായ ഒരു ദിവസം തന്നെയാണ്. കാരണം നമ്മൾ എങ്ങനെ ആഗ്രഹിച്ചിരുന്നോ, രക്ഷിതാക്കൾ എങ്ങനെ ആഗ്രഹിച്ചിരുന്നോ ആ രീതിയിലേക്ക് കുട്ടികളെ എത്തിക്കാൻ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് സാധ്യമായത് തന്നെയാണ് ഇതിൻ്റെ ഒരു വിജയം എന്ന് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും നല്ല സിഎകളായി ഇന്ന് തന്നെ നിങ്ങൾ വിശ്വസിക്കാം. നാളെ വരുന്നൊരു സ്വപ്നമായിട്ട് നിങ്ങൾ കാണരുത്. കാരണം നിങ്ങളെ തലച്ചോറിന് സ്വപ്നവും നിങ്ങൾ നേടിയെടുത്തതും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ അതാണ് നിങ്ങളുടെ തലച്ചോറിൻ്റെ ഇപ്പോഴത്തെ പ്രസന്റൻസ്. നിങ്ങൾ സിഎ ആണെന്ന് വിശ്വസിച്ചാൽ നിങ്ങളുടെ തലച്ചോറ് അത് സ്വപ്നമല്ല കാണുന്നത്, അത് റിയൽ എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങളെ ബോഡിയിലൂടെ പ്രൊഡ്യൂസ് ചെയ്ത് തരും. അപ്പൊ നിങ്ങൾ ഇന്ന് തൊട്ട് തന്നെ വിശ്വസിക്കുക, നിങ്ങൾ സിഎ കംപ്ലീറ്റ് ചെയ്തു തന്നെ വിശ്വസിച്ചിട്ട് ഇവർ പറയുന്ന എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഓർഡർ ചെയ്ത് ഇത് നിങ്ങളെ പാഷനും നിങ്ങളുടെ ഡിസ്ട്രാക്ഷനും എല്ലാം ആക്കി മുന്നോട്ട് കൊണ്ടുപോകുക. ഓക്കെ, ഗുഡ് ലക്ക്.